ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി പഫ്ഡ് ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് പോപ്കോൺ ചിക്കൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്ലോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെ ഒക്കെ പ്രിയപ്പെട്ട പോപ്കോൺ ചിക്കൻ ആണ്. നമ്മുടെ ഒരു വേർഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് വേണ്ടത്, ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നറിയോ, 1 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് ഞാൻ മുക്കി വെച്ച ചിക്കനാണ്. അപ്പം എന്താ പറ്റുമെന്നറിയാവോ, നമ്മുടെ ചിക്കൻ ഒന്നുകൂടും നല്ല ജ്യൂസി ആകും, നല്ല ടെൻഡർ ആകും, നല്ല രസമായത് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ നല്ല ഇതുപോലെ തന്നെ നിങ്ങൾ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യാമെങ്കിൽ ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് കിട്ടും. അപ്പോൾ അത് വേണം. ഞാനൊരു 300 ഗ്രാമിൻ്റെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്, ചെറിയ ചെറിയ ഇതായിട്ട് എടുത്തത്. ഇത് കറി പൗഡറാണ്, നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് എടുക്കാം. നമുക്കൊരു ലേശം മതി, ഒരു 1/2 ടീസ്പൂണോളം കറി പൗഡർ. പിന്നെ കുരുമുളക് പൊടി, അതൊരു ടീസ്പൂണോളം കുരുമുളക് പൊടി വേണം. പിന്നെന്താ വേണ്ടത്, ഓൾ മിക്സ് പൗഡർ വേണം, മിക്സ്ഡ് ഹെർബിൻ്റെ ഓപ്ഷനിലാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ഓട്സ് വേണം, മൈദ വേണം, 1 മുട്ട വേണം. ഞാനിപ്പോൾ 1 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവോ, ഈ മുക്കി വെച്ചേക്കുന്ന ചിക്കന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് ചിക്കൻ എടുത്തു, ചിക്കൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വെള്ളമെല്ലാം കൂടെ കളഞ്ഞ് വേണം എടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു ലേശം കറി പൗഡർ മാത്രമേ ചേർക്കത്തുള്ളൂ. എന്തോ അപ്പോൾ ഒരു ലേശം മാത്രമേ കറി പൗഡർ നമ്മൾ ചേർത്തിട്ടുള്ളൂ. കാരണം എന്താ പറയുക, കറി പൗഡറിന്റെ ഒക്കെ ആ ഒരു മസാല ഇങ്ങനെ എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ലേശം കറി പൗഡർ ചേർക്കുന്നത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഹോൾ മിക്സ് പൗഡറാണ്. അതും ഒരു ലേശം നമ്മൾ ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ലേശം ഉപ്പും കൂടും, ഒരു ലേശം ഉപ്പ് മതി. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഒരു ലേശം കൂടി ചേർത്തേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓണിയൻ പൗഡർ ചേർക്കാം, ഗാർലിക് പൗഡർ ചേർക്കാം, ജിഞ്ചർ പൗഡർ ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 3 ഐറ്റങ്ങളും ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാമോ, ഈ മാറ്റി വെച്ചേക്കുന്ന മുട്ട നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് അടിച്ചു വെച്ചേക്കുന്ന മുട്ട ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഈ മുട്ടയ്ക്കകത്തോട്ട് മുക്കി ഇത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതും എല്ലാം സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സമയ ലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യും. ഇത് നന്നായിട്ട് ഒരു എഗ് വാഷ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 4 to 5 മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ മൈദ എടുക്കുക. മൈദയ്ക്കകത്തൊരു ലേശം ഉപ്പ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെന്താ മിക്സ്ഡ് ഹെർബിനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ, നിങ്ങളുടെ കയ്യിൽ ഏത് ഹെർബാണോ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ എടുക്കേണ്ടത് വേറൊരു പാത്രത്തിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓട്സ് എന്താ ചെയ്യണമെന്നറിയാം, ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം.
അതിനുശേഷം എന്തോ എടുക്കണ്ടേ, നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ചിക്കന് ഈ മൈദക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഓട്സിന്റെ അകത്തോട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അത് മുട്ടയ്ക്കകത്ത് മുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പ്രസ് ചെയ്ത് ആ ഒരു ചെറിയൊരു ഇതുണ്ടാവും, കാരണം ഒരു നനവുണ്ടാവും ആ മുട്ടയുടെ. ആവുമ്പോൾ നമ്മുടെ ഈ ഓട്സും പിടിച്ചോളും. കാരണം എന്നിട്ട് ബാക്കിയുള്ള ഓട്സും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇടുമ്പോൾ നമുക്ക് ലേശം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ മൈദയുടെയും ആ മുട്ടയുടെയും ഇതെല്ലാം കൂടെ ഒന്ന് പഫാവത്തുള്ളേ. ഇത് കണ്ടോ, ഇതുപോലെ പഫായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നേരെ ഇടാം. അപ്പൊ നമ്മുടെ പോപ്കോൺ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നോക്കിയേ, ഇത് രസമല്ലേ? ഇതാ നല്ല ക്രിസ്പിയാണ്. അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി പഫ്ഡ് ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് പോപ്കോൺ ചിക്കൻ. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളുടെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇച്ചിരി സോസിന്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അപ്പൊ സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. ടാറ്റാ.